ഹായ് എവറിബഡി. ഒരു സ്റ്റുഡന്റിന്റെ ലൈഫിൽ ടീച്ചേഴ്സിന് ഉണ്ടാകുന്ന റോളിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആണെങ്കിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇപ്പം ഒരു സ്റ്റുഡന്റിന്റെ ലൈഫിൽ ടീച്ചർ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ. ബിക്കോസ് നമ്മൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ടൈം ചെലവാക്കുന്നത് ടീച്ചേഴ്സിന്റെ കൂടെയാണ്, മോർ ദാൻ ദർ പാരൻസ് അല്ലേ. അപ്പോൾ ആ റോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു എന്താ പറയാ, ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ യു ആർ ഇൻ ദ മദർ ഓഫ് ഓൾ പ്രൊഫഷൻസ് അല്ലെ. എല്ലാ പ്രൊഫഷന്റെയും മദറാണ് ഇത് ടീച്ചിങ് ജോബ്. ടീച്ചിങ് ഇസ് എ പ്രൊഫഷൻ. ആ ഒരു മദറാണെന്ന് പറയാൻ കാരണം നോ അതർ പ്രൊഫഷൻ ഈസ് പോസിബിൾ വിത്തൗട്ട് യു അല്ലെ. നിങ്ങളില്ലാതെ, ടീച്ചേഴ്സ് ഇല്ലാതെ വേറെ ഒരു പ്രൊഫഷനും ഈ ലോകത്ത് സാധ്യമല്ല. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടീച്ചിങ് ജോബിലേക്ക് കടക്കാൻ. ഇറ്റ്സ് എ വെരി നോബിൾ പ്രൊഫഷൻ. യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ഗുഡ് ജനറേഷൻ, ട്രൈങ് ടു ക്രിയേറ്റ് എ ന്യൂ ഗുഡ് ജനറേഷൻ. But that's your role is very very important, right? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മളെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ടീച്ചേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ്. യു ഷുഡ് ബി വെരി പോസിറ്റീവ്. നമ്മൾ യു ഷുഡ് സ്മൈൽ ഓൾവേസ്. ഒരു ചിരിക്കുന്ന ടീച്ചറെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ വേറെ മാത്രമല്ല, നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റിനെ എൻഗേജ് ചെയ്യുന്നുണ്ടാവണം. നമ്മൾ ഫോർ എക്സാമ്പിൾ ബാക്ക് ബെഞ്ചേഴ്സിനെ അധികം എൻഗേജ് ചെയ്യാത്ത ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ബാക്ക് ബെഞ്ചേഴ്സിനെ എൻഗേജ് ചെയ്യില്ല. ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ഇത് തന്നെ തെറ്റാണ്, ഒരു വാക്ക് തന്നെ തെറ്റാണ്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന എപ്പോഴും കുട്ടികൾ എപ്പോഴും എന്താണ്, പെർഫോം ചെയ്യാത്തവരെയാണ് പിടിച്ച് ബാക്ക് ബെഞ്ചിൽ ഇരുത്തുക. ദാറ്റ്സ് എ ഗ്രേവ് മിസ്റ്റേക്ക് അല്ലേ. നമ്മൾ എപ്പോഴും ടീച്ചേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക, എപ്പോഴും നല്ലോണം പഠിക്കുന്ന കുട്ടികൾ, 90% വാങ്ങുന്ന കുട്ടികൾ, 85% വാങ്ങുന്ന കുട്ടികൾ, അവരെ വീണ്ടും വീണ്ടും പാമ്പർ ചെയ്യുക, അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുക. അവർ നിങ്ങൾ പഠിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും അവരെപ്പോഴും ആ ഒരു പെർസെൻറ്റേജ് വാങ്ങി വന്നവരാണ്. അപ്പൊ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷെ ബാക്ക് ബെഞ്ചേഴ്സ്, പഠിക്കാൻ മോശമായ കുട്ടി, മീൻസ് ആ വീക്ക് സ്റ്റുഡന്റ് ഉണ്ടല്ലോ, അതിനെ ആ കുട്ടിയെ മുന്നിലത്തെ ബെഞ്ചിൽ ഇരിക്കേണ്ടത് അങ്ങനെയുള്ള കുട്ടികളാണ്. അവരെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവരെന്തുകൊണ്ട് പഠിക്കാണ്ടായിപ്പോയി എന്നുള്ളത് നമ്മളെ ബുദ്ധിയിലായിട്ടോ അല്ലെങ്കിൽ വേറൊന്നും കാരണം കൊണ്ടല്ല. അവരെ സാഹചര്യം, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം ആയിരിക്കാം. അവർ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ആരും അവരോട് നന്നായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ മുന്നിലിരുത്തി അവരോട് നമ്മൾ സംസാരിച്ച് അവർക്ക് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ടീച്ചിങ്ങിൽ കിട്ടുന്ന ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ. അല്ലാണ്ട് നല്ലോണം പെർഫോം ചെയ്തവരെ വീണ്ടും വീണ്ടും നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ അരിസ്റ്റോട്ടിൽ പണ്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ അരിസ്റ്റോട്ടിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അബൌട്ട് ദ ടീച്ചിങ് ജോബ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഫില്ലിംഗ് അപ്പ് ഓഫ് എൻ എം ടി വെസൽ അല്ലെ. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു എം ടി വെസൽ വരികയാണ്, നമ്മളതിനെ ലാംഗ്വേജസ്, നമ്പേഴ്സ്, സോഷ്യൽ സ്റ്റഡി, സയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യലാണ്. ദാറ്റ് ഇസ് നോട്ട് ടീച്ചിങ്. അത് ടീച്ചിങ് അല്ല. ഇഗ്നൈറ്റിംഗ് ദ സ്പാർക്ക് ഇൻ ദാറ്റ് സ്റ്റുഡൻറ് അല്ലെ. എല്ലാ യങ്സ്റ്റേഴ്സിനും ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിനെ നമ്മളൊന്ന് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി. പഠിക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ മതി. അവൻ പഠിച്ചോ, അവനല്ല അവള് പഠിച്ചോളൂ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്ന കാര്യം അവന് ബോധ്യം വരലാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും എന്നുള്ള ഡിഫറൻസ് അവരുടെ ഇന്റലിജൻസ് അല്ല. ഒരാൾക്ക് ബോധം വന്നിട്ടുണ്ട്, പഠിക്കണം, പഠിച്ചാലും എനിക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്ന്. മറ്റേയാൾക്ക് ആ ബോധം വന്നിട്ടില്ല എന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും തമ്മിൽ. ആ ഒരു കുട്ടികളുടെ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുക്കലാണ് ഒരു ടീച്ചറുടെ ജോലി. അപ്പൊ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ക്രിയേറ്റീവ് ജോബ്. നോ, ടീച്ചിങ് ഇസ് എ ക്രിയേറ്റീവ് ജോബ്. യു ഹാവ് ടു പുട്ട് യുവർ ഹാർട്ട് ഇൻ ടു ഇറ്റ്. നമ്മളെ ഹൃദയം കൊടുക്കണം. ഹൃദയം ഇത് കൊണ്ടുവേണം നമ്മൾ പഠിപ്പിക്കാൻ അല്ലെ. ഇറ്റ്സ് എ ക്രിയേറ്റീവ് ജോബ്, ദ നോബ്ലസ്റ്റ് ജോബ്. എല്ലാ പ്രൊഫഷനും, ഏത് പ്രൊഫഷൻ എടുത്താലും ഏറ്റവും നോബിളായ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. സോ യു ആൻഡ് ഇറ്റ്സ് എ എന്താ പറയുക, യു ലീവ് യുവർ വെറീസ് ബിഹൈൻഡ് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് വെറീസ് ഉണ്ടാവും, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂമിലേക്ക് അത് കൊണ്ടുവരാനേ പാടില്ല. യു ഷുഡ് ബി യു ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ന്യൂ ഗുഡ് ജനറേഷൻ. ആ ജനറേഷനെ, പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ജോലിയാണ്, വേറെയുള്ള പോലെയുള്ള ജോലികളല്ല ഇത്. സോ ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട്. സോ പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ ദ വീക്ക് സ്റ്റുഡൻസ്. അതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ്. സോ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 70% ടീച്ചേഴ്സും ഒരു പ്രൊഫഷനായിട്ട് കണക്കാക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രൊഫഷൻ. യു ആർ ഇൻ ദ മദർ ഓഫ് ഓൾ പ്രൊഫഷൻസ്. നോ അതർ പ്രൊഫഷൻ ഈസ് പോസിബിൾ വിത്തൗട്ട് യു.
So please give your heart in it. Please put your heart into it. Okay. Thank you.